ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യലി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടും അടിപൊളിയായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിലും നമുക്ക് ഈ ഒരു ചെമ്മീൻ മന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇത് വളരെ ഈസിയാണ്. ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ രണ്ടാമതായിട്ട് ഒന്നും കൂടി ഉണ്ടാക്കിട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള 3 സവാളയാണ് കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ സവാളയും കൂടി ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയിട്ട് എടുക്കുക. കൂടെ തന്നെ നമ്മൾക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചിട്ടെടുത്തതാണ്. അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നതുവരെ നമുക്ക് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ മന്തി മസാലയും കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ തന്നെ 1 ചിക്കൻ ക്യൂബും പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ. നമുക്കൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഞാൻ ചെമ്മീൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിച്ചിട്ടെടുത്തത്. കുക്കറിൽ വേവിച്ചിട്ടെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾക്ക് ഓൾറെഡി നേരിട്ടിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഈ ഒരു വെന്ത് കിട്ടിയിട്ടുള്ള ചെമ്മീൻ നമുക്ക് ഒരു ഹാഫ് വേവിലാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് കൊടുക്കണം. ഇനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ എല്ലാം സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബസുമതി റൈസാണ് 1 കിലോനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ബസുമതി റൈസ് നന്നായി ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് വേവിച്ചിട്ട് എടുക്കണ്ട, അപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് മന്തി മസാല 1 ടീസ്പൂൺ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ മന്തി മസാല ചേർത്തിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്കൊരു മയം കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾക്ക് ഇതുപോലെ ഒരു കഷ്ണം ചാർക്കോൾ വെച്ചിട്ട് പുകയെ വെച്ചിട്ടിട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലുമാണ്, അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അത് എന്തായാലും നിർബന്ധമാണ് കേട്ടോ, ചാർക്കോൾ വെച്ചിട്ട് കത്തിക്കുക. ഇനി നമ്മൾക്ക് അതിൻ്റെ പുറത്തായിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ ഡിഷ് കളറിനായിട്ട് നമ്മൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു 40-45 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കല്ല, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ദമ്മിലിരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ മന്തി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ കേട്ടോ. നമ്മളുടെ ചിക്കൻ മന്തി ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ. ഒരു പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ആവുകയും ചെയ്യും. എല്ലാവർക്കും, വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കനെ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കമൻറ്റിലാണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും വ്യത്യസ്തമായി